ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷിക്കാസ് കഫേ. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി കോക്ടെയിലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിൽ അത്യാവശ്യം വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നൊരു കോക്ടെയിലാണിത്. അത്യാവശ്യം റിച്ച് ആയിട്ടുള്ളൊരു കോക്ടെയിലാണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഫുഡിൻ്റെ ഒന്നും ആവശ്യം വരില്ല. കാരണം ഇതൊരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് വിശപ്പും ദാഹമൊക്കെ മാറും. പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. കാരണം വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ പൊതുവെ കുട്ടികൾക്ക് മടിയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടത്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഷിക്കാസ് കഫേ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കോക്ടെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മത്തനാണ് കേട്ടോ. അത്യാവശ്യം പഴുത്തിട്ടുള്ള മത്തനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം മതി നമുക്ക്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം 1 കപ്പ് മത്തനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ കോക്ടെയിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1.5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ 2 എടുക്കാം കേട്ടോ. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തനും ക്യാരറ്റും ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ചെടുത്താലും മതി. ഇപ്പോൾ ഈ ഒരു ക്യാരറ്റും മത്തനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. തണുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മളിതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാനൊരു 2 കപ്പ് പാല് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉടച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും പാല് കട്ടാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ എടുത്താലും മതി. അപ്പോൾ പാല് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇനി നേരത്തെ തണുക്കാൻ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും മത്തനും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു കോക്ടെയിലേക്ക് വേണ്ടത് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ അല്ല. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മാംഗോ പൾപ്പാണ്. അപ്പോൾ ഏകദേശം 1 കപ്പ് മാംഗോ പൾപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഐസ്ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു കോക്ടെയിൽ കിട്ടുക. ഒരുപാട് ലൂസായിട്ട് നമ്മളിത് അടിച്ചെടുക്കരുത്, കൂടുതൽ പാലൊഴിച്ച് കൊടുത്തിട്ട്. കാരണം ഇതിൽ നമ്മൾ കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് ആപ്പിളാണ്. അപ്പോൾ ഒരു ആപ്പിളിൻ്റെ പകുതി മതി. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആപ്പിളിന് പകരം നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ആപ്പിൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ആപ്പിൾ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബദാമും അതുപോലെ കുറച്ച് കാഷ്യൂനട്ടുമാണ്. അപ്പോൾ ബദാമും കാഷ്യൂനട്ടൊക്കെ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഇതായിട്ട് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് കോൺഫ്ലേക്സ് ആണ്. ഒരു 1/2 കപ്പ് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ഒരു ജ്യൂസ് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഒരു കോക്ടെയിൽ കുടിക്കാനും കിട്ടും, കഴിക്കാനും കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ കോക്ടെയിൽ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം നട്ട്സും കോൺഫ്ലേക്സൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതേ ചേർത്ത് കൊടുത്താൽ ഇത് കുതിർന്ന് പോവും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ക്രഞ്ചിനെസ്സോട് കൂടി നട്ട്സും കോൺഫ്ലേക്സൊന്നും കഴിക്കാൻ പറ്റില്ല.
അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഫ്രണ്ട്സ്, നല്ല അടിപൊളി ജ്യൂസ്, നല്ല അടിപൊളി കോക്ടെയിലാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ബൈ.